എറണാകുളം മൂവാറ്റുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമം. കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മുഹമ്മദിന്റെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി വധശ്രമത്തിന് കേസ്. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു പോലീസ്. അഹമ്മദാബാദിലെ തകർന്നു വീണ വിമാനത്തിന് ടേക്ക് ഓഫ് വരെ സാങ്കേതിക പ്രശ്നങ്ങളില്ലായിരുന്നുവെന്ന് വ്യോമയാന മന്ത്രാലയം. എയർ ഇന്ത്യയുടെ 9 ബോയിംഗ് വിമാനങ്ങളിൽ പരിശോധന നടത്തി ഉന്നതതല സമിതി. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ തകർന്നു വീണ വിമാനത്തിന്റെ ഭാഗങ്ങൾ ഉയർത്തിമാറ്റി. അവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും രക്ഷപ്പെട്ട ഒരാൾക്കും 25 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ. മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിൽ വിവാദം. ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും വാഹനത്തിൽ നിന്ന് പെട്ടി താഴെ ഇറക്കി പരിശോധിച്ചു. പരിശോധന ഏകപക്ഷീയമാണെന്ന് നേതാക്കൾ. ഉദ്യോഗസ്ഥരോട് കയർത്തിട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ. പെട്ടി പരിശോധന കൊണ്ടും ഭീഷണി കൊണ്ടും നിലമ്പൂരിൽ ജയിക്കാമെന്ന് കരുതേണ്ടെന്ന് ആര്യാടൻ ഷൗക്കത്ത്. CPIM-ന് പങ്കില്ലെന്ന് M സ്വരാജ്. പരിശോധന സ്വാഭാവികമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. ഇറാന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ. മിസൈൽ ആക്രമണം തുടർന്നാൽ ടെഹ്റാൻ കത്തുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. ഇസ്വാൻ ആണവ നിലയം ആക്രമിച്ച് ഇസ്രായേൽ. തബ്രിസിലെ റിഫൈനറിക്ക് നേരെയും ആക്രമണം. 3 മരണം, നിരവധി പേർക്ക് പരിക്ക്. അറബ് രാഷ്ട്ര തലവന്മാരുമായി ഫോണിൽ സംസാരിച്ച് ട്രംപ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കരുതെന്ന് ലോകരാജ്യങ്ങളോട് ഇറാൻ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണാഫ്രിക്ക ചാമ്പ്യന്മാർ. ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ ഐതിഹാസിക വിജയം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയ ശേഷം ദക്ഷിണാഫ്രിക്ക ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരാവുന്നത് 27 വർഷത്തിന് ശേഷം. എയ്ഡൻ മാർക്രമിന് സെഞ്ചുറി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട് മാങ്കാവിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണു. നിരവധി വാഹനങ്ങൾ കെട്ടിടത്തിനടിയിൽ കുടുങ്ങി. തിരുവനന്തപുരം പെരുമാതുറയിൽ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര അടുത്ത ആഴ്ച. ആക്സിയം 4 വിക്ഷേപണം 19-നെന്ന് സൂചന. റോക്കറ്റിന്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചെന്ന് ISR.